ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യൻ ബൈക്കാണ് കളിക്കാൻ പോകുന്നത്, എന്നും കളിക്കുന്നത് പോലെ തന്നെ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വെറുതെ നിൽക്കുകയാണ്. വെറുതെ നിന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒന്ന് വെളിയിലൊക്കെ പോയിട്ട് വരാമെന്ന്. അപ്പോൾ നമുക്ക് വെളിയിൽ പോയിട്ട് വരാം. ഗായ്സ്, നമുക്കൊരു കോള് വരുന്നുണ്ട്. ഓക്കെ, ഞാനപ്പോൾ കോളൊന്ന് ചെയ്തിട്ട് വരാം. ഹലോ. ഡാ, പിന്നെ ഒരു സൂപ്പർമാൻ്റെ സ്യൂട്ട് ഇടുന്ന ഒരു പണിയുണ്ട്. ആണോടാ? അത് എന്തോ ചെയ്യണം പറ. എടാ, അതിന് ഇവിടെ രാഹുലിനെ വിളിച്ചിട്ടൊന്ന് പറഞ്ഞാൽ മതി. ശരിയടാ യാഷേ, ഇപ്പം തന്നെ വിളിക്കാം. ശരി ശരി ശരി, നീ കട്ടേ. ആടാ ശരി. ഗായ്സ്, അപ്പോൾ നമ്മുടെ യാഷി പറഞ്ഞേക്കുന്നത് നമ്മൾ സൂപ്പർമാൻ ആവാൻ പറ്റും. രാഹുലിനെ വിളിച്ച് അവൻ പറഞ്ഞു തരുമെന്ന്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് സൂപ്പർമാനായിട്ട് കാണാം ഗായ്സ്. ഞാൻ സൂപ്പർമാനായിട്ട് ഇവിടെയൊക്കെ കറങ്ങി ഇങ്ങനെ നടക്കും. അതുകൊണ്ട് നമുക്ക് നോക്കണം സൂപ്പർമാൻ്റെ പവർ എന്തുകൊണ്ടെന്ന്. അല്ലെങ്കിൽ നമുക്ക് അവനെ വിളിച്ച് ചോദിക്കാം, ഹൽക്കാവാൻ വല്ല വഴിയുണ്ടോ? അതല്ലേ ഒരു നല്ല ഇത്. ഒന്നും ചോദിക്കാം. ഹലോ യാഷേ. എടാ യാഷേ, എനിക്ക് ഈ സൂപ്പർമാൻ ഹൽക്കാവാൻ വല്ല വഴിയുണ്ടോ? എടാ, ഹൽക്കാവാൻ വഴിയുണ്ട്. അത് പക്ഷേ ഇന്നലെ വന്നതാ. ശരി. നീ രോഹിത്തല്ലല്ലേ രാഹുലിനെ വിളിച്ചോ? ഇല്ല, ഞാൻ രാഹുലിനെ വിളിച്ചില്ല. അപ്പം ഇനി ഹൽക്കാവുന്ന കാര്യം പറഞ്ഞാൽ മതി, അവൻ പറഞ്ഞു തരും. അവനെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് എവിടെയാണ് ഞാൻ മറന്നു. അവനെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. എല്ലാം വിളിച്ചു ചോദിക്കാം. എനിക്കിപ്പോൾ ഒന്ന് പോകണം. ശരിയടാ, ശരി, കട്ട് ചെയ്യാം. കട്ട് ചെയ്യടാ. ഗായ്സ്, അപ്പോൾ നമുക്ക് സൂപ്പർമാൻ ആവാനും പറ്റും. യെസ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ രാഹുലിനെ അങ്ങ് വിളിക്കാം. രാഹുൽ. ഹലോ. എടാ, നമ്മുടെ അടുത്ത് യാഷ് പറഞ്ഞ് യാഷ് എൻ്റെ അടുത്ത് പറഞ്ഞേ ഹൾക്കാവാൻ എന്തോ വഴിയുണ്ടെന്ന്. നിന്നെ വിളിച്ചാൽ നീ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ആടാ, പറ്റും. നീ ആദ്യം ജിമ്മിൽ പോയി 2 വർക്കൗട്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ മുകളിലോട്ട് വന്നേ. അപ്പം ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ എവിടെയാ, നിൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ ഒരു സ്ഥലം, മറ്റേ നമ്മൾ കുതിര കെട്ടാൻ പോന്നാ, എനിക്കറിയാം. അവിടെ പോകണം. അവിടെ പോയിട്ട് ഫോൺ എടുത്തിട്ട് ചുമ്മാറിനെയാ. അവിടെ ഒരു ചാലഞ്ചുണ്ട്. ചാലഞ്ചോ? പെട്ട്. എടാ, ചുമ്മാ പറഞ്ഞ ചാലഞ്ചൊന്നും ഇല്ല എന്ന് നീ പറയുമെന്ന് എനിക്കറിയാം. ചുമ്മാറിനെ ചാലഞ്ചൊന്നും ഇല്ല. നീ അവിടെ പോയിട്ട് നിൻ്റെ തോക്കെല്ലാം കാണിക്കണം. അപ്പം നിൻ്റെ കയ്യിൽ RPG ഉണ്ടെങ്കിൽ നിന്നെ അവർ ഹൽക്കാക്കും. ഉറപ്പാണല്ലേ? എനിക്ക് ഉറപ്പാ. രാഹുലിൻ്റെ വാക്കാ ഇത്, രാഹുലിൻ്റെ. ശരി. എടാ, ഇത്രയൊക്കെ വേണോ? വേണം. എന്നാൽ ശരി, കട്ട് ചെയ്യുക. എന്നാൽ ശരിയടാ, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്, ഒരു വീടിൻ്റെ പ്ലാൻ. എന്നാൽ ശരി, നീ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യാം. കടയാണെന്ന് എനിക്കറിയാം കേട്ടോ. നീ അല്ലെങ്കിലും എല്ലാം കണ്ടുപിടിക്കും. എന്നാൽ ശരി, എനിക്ക് ഉറക്കം വരും. ഞാനപ്പം പോവാം. ശരി, കട്ട് ചെയ്യാം. ഗായ്സ്, അപ്പോൾ നമുക്ക് അവിടെ പോയാൽ ഇത് ഒരിക്കലും അറിഞ്ഞില്ലായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഞാൻ ലാസ്റ്റ് അവൻ പറഞ്ഞത് വെച്ച് ആലോചിക്കുവാണെങ്കിൽ ജിമ്മ് പോകണം. മീൻസ് അവിടെ ചെന്നിട്ടാണ് ജിമ്മിൽ പോകേണ്ടുള്ളത്. ഇവനെല്ലാം ഈ തല തിരിച്ച് പറയും, പക്ഷേ എനിക്കിതറിയാം ഇവൻ്റെ ഈ തല തിരിച്ച് പറയേക്കാം. അതുകൊണ്ടാണ് എനിക്ക് എന്താ സൂപ്പർമാൻ ആവാൻ തരുന്നതെന്നറിയാവോ? ചിലപ്പോൾ വണ്ടി കയറാൻ പറ്റത്തില്ല, പറന്ന് തന്നെ കൊണ്ടുവരും. വണ്ടി ഇവിടെ പെട്ടാ സൂപ്പർമാനും ഇല്ല, ഹൽക്കും ഇല്ല. പെട്ട് സ്വിമ്മിംഗ് പൂളിൽ കൊണ്ട് കയറ്റാം. വണ്ടി പുതിയ വണ്ടിയാണ്. ഡോറ് എനിക്ക് വിഷമാവുന്നു ഗൈസ്.
കൊണ്ടിടിക്കുന്നത് ഇളകി. ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് പോലെ അവിടെ നിൽക്കുന്ന വണ്ടി എൻ്റെ ഡോറിനെ തുടങ്ങി. ഓ യെസ് ഗായ്സ്, എനിക്ക് പേടിയാവുന്നു. ഓ പേടി 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 പേടി. നാനാണ് ഓ 5 മിനിറ്റായി ഇവിടെ പെട്ട് കിടക്കുക. ഓ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് കാണാം. ഹലോ ഗായ്സ്, നമ്മുടെ വണ്ടി അവിടെ പെട്ടു. അതുകൊണ്ട് നമുക്ക് നടന്ന് തന്നെ പോവാം. നടന്ന് പോയിട്ട് കുറച്ച് പണിയാണ്, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഇതുവഴി പോകണമെങ്കിൽ പിന്നെ വലിയ പാടില്ല. ഇതുവഴിയാണ് ഈസി. പക്ഷേ ഇതുവഴി പോയാൽ പറ്റും. ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ വേണ്ട, കള്ളത്തരം കാണിക്കണ്ട. നമുക്കല്ലാതെ പോകും. ചിലപ്പോൾ ഹൽക്ക് നല്ലൊരാളല്ലേ, ഉണ്ടാവാൻ പറ്റിയില്ലെങ്കിലോ. എനിക്കൊരു ഡൗട്ട്, നമ്മുടെ ഇവിടെ ഒരു ഹൽക്കുണ്ട്. അവനെ ഹൽക്ക നല്ല വിളിക്കുന്നത്, ബൾക്കെന്നാ. ഈ ജിമ്മിലൊക്കെ പോയി ബൾക്ക് ചെയ്ത് അവൻ മറ്റേ ഹൽക്കിനെ കണക്ക് ഗ്രീനൊക്കെ ഉള്ള വലിയൊരു ഹൽക്കാ. അവനിക്ക് നല്ല പവറൊക്കെയാണ്, ഭയങ്കര പവറാണ്. അപ്പോൾ അവനായിരിക്കും മിക്കവാറും, അല്ലാതെ പറ്റത്തില്ല. ഞാനത് കേട്ടായിരുന്നു ന്യൂസിൽ, ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പോൾ ഇവന്മാർ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായി. അപ്പോൾ നമുക്ക് ഇതുവഴി പോകണമെങ്കിൽ ഈസി. നമ്മുടെ കാർ അവിടെ പെട്ടുപോയി. നാളെയും കാറ് വർക്ക്ഷോപ്പിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ പുതിയ കാറ് മേടിക്കാം. എനിക്കൊരു കുഴപ്പമുണ്ട്, എനിക്ക് ഈ കാറാണ് ഇഷ്ടം. വേറെ കാറ് ഞാൻ മേടിക്കത്തില്ല, അതാണ് എൻ്റെ പ്രശ്നം. മേടിക്കുവാണെങ്കിൽ ഇതേ കണക്കത്തെ ഈ സെയിം മോഡൽ, ഈ സെയിം ബാച്ച്, അത്രയേ ഉള്ളൂ. സെയിം നമ്പർ പ്ലേറ്റും, കാരണം വണ്ടി ഞാൻ കത്തിക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ വല്ല ക്യാമറയും കാണുമെന്ന്. ഇവിടെ ഒന്നും ആരും ഇല്ല. കാണുമായിരിക്കും, വല്ല സെൻസറും കാണും. യെസ്, അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. റോക്കറ്റ് ലോഞ്ചർ കാണിക്കാൻ വേണ്ടി ഇവിടെ വെടിവെക്കാം. അപ്പോൾ അവർ വരുമ്പോൾ മനസ്സിലാവും അവർക്ക്. നോ സ്മോക്കിങ്, ഞാൻ സ്മോക്ക് ചെയ്യത്തില്ല. ഓക്കെ, നമുക്ക് കുറേ പാടുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിത് ഇത്രയും ചെയ്തു. ഇനിയും ആകാൻ പറ്റത്തില്ലെങ്കിലും ഓക്കെ. അപ്പോൾ നമ്മൾ ഹൽക്കാവണമെങ്കിൽ ഇനി വീട്ടിൽ ചെല്ലണം. ഇനി വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ജിമ്മിൽ പോകണം. എന്നിട്ട് ഒന്ന് ഉറങ്ങണം. ഉറങ്ങിയാലേ ഇതാവാൻ പറ്റൂ എന്നാണ് എൻ്റെ ഒരു വാക്ക്. ഈ രാഹുൽ നല്ലൊരാളാണ്. ഇവനെ നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ ചെയ്തു തരും. സൗണ്ട് എനിക്ക് ദേഷ്യം വരും. കുറച്ച് കട്ടിയാണ്. അവൻ കൊച്ചുങ്ങളായിട്ട് അടി കൂടിക്കൊണ്ട് നിൽക്കുമ്പോഴാ വിളിക്കുന്നതെങ്കിലായിരിക്കും ഈ സൗണ്ട്. അല്ലാതെ എടാ പറയടാ ഫ്രാങ്ക്ലിന്, ഈ ഒരു സൗണ്ടാണ് നല്ല രസം അത് കേൾക്കാൻ. നമ്മുടെ ഈ പ്രദീപൊക്കെ ദേഷ്യക്കാരനാണ്, ഭയങ്കര ദേഷ്യം. അല്ല ചോദിക്കുവാണെങ്കിൽ എനിക്ക് അപ്പോഴേ അങ്ങ് ദേഷ്യം വരും. ഈ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് എന്തിനെങ്കിലും ഒന്ന് പോകണം. മിക്കവാറും ഞാൻ വല്ല കള്ളക്കേസിലുമായിരിക്കും പോയി കിടക്കുന്നത്. അല്ല, ഞാനിപ്പോൾ ഈ കാറ് മോഷ്ടിച്ചാൽ ഞാൻ പോലീസ് ജയിലിൽ കിടക്കും. പക്ഷെ എനിക്ക് പോകേണ്ട ആവശ്യമില്ല. എനിക്കൊന്ന് ഹൾക്കാവണം. ഹൾക്കായിട്ട് അവിടെ പോയി എല്ലാത്തിനെയും കൊല്ലണം. അതാണ് ഗായ്സ് ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം. ഹൾക്ക് 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 അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ ഗായ്സ്, നമ്മളെ വീട്ടിൽ ചെന്നിട്ടുണ്ട്. എനിക്ക് ഈ വീടൊന്ന് പെയിൻ്റ് അടിക്കണം, റീപെയിൻറ്റ് ചെയ്യണം. റെഡ് കളറിലോട്ടാക്കണം. റെഡ് കളർ, അതിൻ്റെ വീഡിയോ നമുക്ക് ഇടാം. ബ്ലൂവോ റെഡോ. ആ പ്രൗഡ് നെയിം, ഹൗസ് കളർ ചേഞ്ചസ് ടു റെഡ്. നമ്മുടെ യാശു എന്ന് പറയുന്നത്. യാശ് രാഹുലിൻ്റെ അടുത്ത് പറയും, എടാ ഫ്രാങ്ക്ലിൻസ് ഹൗസ് കളർ ചേഞ്ചസ് ടു റെഡ്. ഓക്കെ, നമുക്കപ്പം ഇതിലൊക്കെ കയറി ജിമ്മൊക്കെ ചെയ്തിട്ട് വീണ്. ചുമ്മാതല്ല അവൻ ജിം ചെയ്യാൻ പറഞ്ഞത്. പവർ ഓവർലോഡായി നമ്മൾ വീഴും. നമുക്ക് ജിം ചെയ്തിട്ട് കാണാം. ഓക്കെ, ഞാൻ കുഴഞ്ഞു. ഇവിടെ ആണെങ്കിൽ കിച്ചണില്ല. എന്ന് ഹോട്ടലിൽ പോയാൽ കഴിക്കുന്നത്. ചിലപ്പോൾ ഞാൻ തട്ടടയിലൊക്കെ പോകും, കാരണം ഫ്രഷ് ആയിട്ട് വല്ലതും കഴിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കാം. എ സി ഇട്ടേക്ക് വരുന്നു. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് പോയി കിടക്കാം.
സി യു ലൈറ്റ്. ഹലോ ഗായ്സ്, ഞാൻ ഉറക്കം എഴുന്നേറ്റപ്പോൾ എൻ്റെ ശരീരം ഇങ്ങനെയായി. ഞാൻ രാഹുലിനെ വിളിച്ച് ചോദിച്ചു ഉറക്കം എഴുന്നേറ്റപ്പോൾ ഇത് കണ്ട്. അപ്പം ചോദിച്ചപ്പോൾ ഞാൻ പുതിയ വണ്ടിയും വണ്ടി മേടിച്ചല്ല, സർവീസ് കഴിഞ്ഞ് അവരിവിടെ കൊണ്ടിട്ട് വിളിച്ചു പറഞ്ഞു. ഞാൻ സർവീസ് ചെയ്യാൻ തന്നെ വിചാരിച്ചു, പൈസ കയ്യിലില്ലായിരുന്നു അത്രയ്ക്ക്. അപ്പം നമ്പർ പ്ലേറ്റ് വേണ്ടാൻ പൈസ ആകും, അതുകൊണ്ട് അല്ല. അപ്പോൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ രാഹുലിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് നീ എന്തായാലും പോയി റെസ്റ്റ് എടുക്കും. ആ ടൈമിൽ നിൻ്റെ ദേഹത്ത് ഈ RPG-യുടെ ഇത് യൂസ് ചെയ്തുകൊണ്ട് എന്തോ ഇത് വരുമെന്നോ, പ്രത്യേകിച്ച് അവിടെ. അപ്പോൾ നമ്മുടെ പവർ എന്തോന്ന് നോക്കാം നമുക്ക്. ഞാൻ പിന്നെ എഴുന്നേറ്റപ്പോഴേ നമ്മൾ ചെന്നപ്പോഴേ സർവീസിനെ വിളിച്ചു. കാരണം ബൾക്ക് നമ്മുടെ ബൾക്ക് തന്നെയാണ് ഞാൻ വിചാരിച്ചതുപോലെ. ബൾക്ക് എങ്ങനെ വണ്ടി ഓടിക്കുന്നതെന്ന് എനിക്ക് കാണണമായിരുന്നു. ഇപ്പം ബൈക്ക് ഓടിക്കുന്ന കാണാനായിരിക്കും കൂടുതലും രസം. ബൈക്ക് വല്ലതും വരാൻ കാത്തിരിക്കാൻ. ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല, ബൾക്കാണ് നമ്മൾ. ഇപ്പം കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തോ പറ്റുമെന്ന് നോക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാറ് പൊങ്ങി പോകുന്ന. രാഹുലായിരിക്കും അടുത്തിരിക്കുന്നത്. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, രാഹുലും യാഷും ഞാനും. അപ്പം അവൻ പറയും ഈ ബൾക്ക് കാറിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ആണെന്ന്. അത്രയ്ക്ക് ഇതാണ് ഇവൻ. ഈ വഴിയായിരുന്നു നല്ലത്, വണ്ടി ഇടിക്കാതെ കൊണ്ടുപോകാൻ നോക്കിയത്. എനിക്കിതും പാടാണ്. അശോ, വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടെ, ഒന്നും കൂടെ ലൈസൻസ് എടുക്കണം. കൈ ഒന്നും കൂടെ പോയി തെളിയിച്ചിട്ട് വരാം. ഇവിടെയൊക്കെ മഴ പെയ്യത്തില്ല, മഴ പെയ്യാത്ത സ്ഥലം അപ്പോൾ നമുക്ക് ലോസ് ആൻഡോസിലോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോകണം. അവിടെ ആണെങ്കിൽ മഴക്കാലമാണെന്ന് പറയുന്നു. എനിക്ക് ദേഷ്യം വരുന്നു ഗൈസ്. നമ്മൾ ഹൾക്കായിട്ടുണ്ട്. ഹൾക്കായി ഇനി ഒരു വണ്ടി കണ്ട പക്ഷേ എനിക്ക് ഒറിജിനൽ ഹൾക്കിൻ്റെ അത്രയും പവറൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പവർ ഉള്ളത്. ഗായ്സ്, പക്ഷേ വലിയ പവറൊന്നും ഇല്ല ഹൾക്കിന്. ഗായ്സ് പിന്നെയും ചാടി. ഹൾക്ക് ഓടിയിട്ടാണ് ചാടുന്നത്. ഗായ്സ് പാറ പൊളിച്ച്. ഗായ്സ്, അപ്പോൾ നമുക്ക് ഹൾക്കിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഇടണം. അതിനു മുമ്പ് നമുക്കൊരു ബൈക്ക് എടുക്കണം. ബൈക്ക് എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇവരൊന്ന് ഇടിച്ചു നോക്കട്ടെ. ചത്ത ഇല്ല. ഹായ് സാർ. ഗായ്സ്, അവൻ പോലീസ് സ്റ്റേഷൻ അതിൽ വരെ പോയി. പിന്നെ എനിക്കൊരു കാര്യം അറിയാം, ഇവിടുത്തെ ഒരു സീക്രറ്റ് ഒന്നുമല്ല, എല്ലാവർക്കും അറിയാം. പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വണ്ടി പോകുന്നത്, ബൈക്ക്. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ അതിലേക്കൂടെ ബൈക്ക്. അവിടെ കിടക്കുന്ന ഞാൻ ഇടിച്ചിട്ടവൻ. അവിടെ നിന്നവൻ റോഡിനെ ഇടിച്ച പവറിൽ മതിലീ വന്ന് അവൻ ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്നല്ലോ. ഗായ്സ്, ഞാനാണെങ്കിൽ തോനെ നേരമായി ഇങ്ങനെ ഇവിടെ കറങ്ങി നടക്കുന്നത്. പോലീസ് വല്ല അറിഞ്ഞ എന്നെ പിടിക്കും. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ പോലീസ് പിടിക്കും, ഞാൻ ജയിലിലായിരിക്കും, പിന്നെ വീഡിയോ ഇടാൻ ആരുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഹൾക്കായി ഇനിയും ഹൾക്കിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇടാമെന്ന് പറഞ്ഞു. ഇടണമെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ഡീൽ. ഈ വീഡിയോയ്ക്ക് 1K സബ്സ്ക്രൈബ് കിട്ടുവാണെങ്കിൽ ഞാൻ ഹൾക്കിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇടും. ഓക്കെ, ആ വണ്ടി അങ്ങ് ചാടി നശിപ്പിക്കാം. പക്ഷേ വണ്ടി പോയാ അവിടെ ആയിരുന്നല്ലേ. വണ്ടി പൊട്ടി. എനിക്ക് യെസ്, ഇടിച്ച് പറത്തി. ഈ ഹൾക്കിന് തോക്കൊന്നുമില്ല, ഇറങ്ങി പോടാ. ഗായ്സ്, അപ്പോൾ ബൈ. ഞാൻ വണ്ടി കൊണ്ടൊന്ന് റൈഡ് പോയിട്ട് വരാം.
ടണ ടണ ടൺ ടൺ